ഗവൺമെൻറ് ഒരു ദശാബ്ദ കാലത്തെ ഒന്നാം ഘട്ടം കമ്മീഷൻ ചെയ്തു. ഇതുവരെ ഏതാണ്ട് 1000-ൽ പരം ഷിപ്പുകൾ വന്നു കഴിഞ്ഞിരിക്കും. 2024 ജൂലൈ 11-നാണ് ആദ്യത്തെ ഷിപ്പ് സാൻ ഫെർണാണ്ടോ അന്ന് പച്ചക്കൊടി കാണിച്ച് ഞങ്ങൾ സ്വീകരിച്ചത്. അതിനുശേഷം നമ്മൾ കമ്മീഷൻ ചെയ്തതിന് ശേഷമുള്ള പൊതു വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ നാം പ്രതീക്ഷിച്ചതിലേറെ വൻ പുരോഗതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുണ്ടായത്. 1000-ൽ പരം ഷിപ്പുകൾ വന്നുപോയി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ദുബൈയിലോ കൊളംബോയിലോ ഒന്നും വന്നെടുക്കാത്ത കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നെടുക്കുന്ന നമ്മൾ കണ്ടു. MSC ഐറീനയും MSC ടർക്കിയും ഉൾപ്പെടെയുള്ള ഷിപ്പുകൾ 399.9 മീറ്റർ നീളവും 64.4 മീറ്റർ വീതിയും 71 ഗ്രാഫ്റ്റുമുള്ള കൂറ്റൻ ഷിപ്പുകളടക്കം വിഴിഞ്ഞത്ത് വന്ന 1000-ൽ പരം ഷിപ്പുകൾ വന്നുപോയി. ഇപ്പോൾ ഈ തുറമുഖത്തിൻ്റെ വമ്പിച്ച പ്രാധാന്യം കണ്ടുകൊണ്ട് അദാനിയും അതുപോലെ തന്നെ MSC ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഉടമസ്ഥ സംഘത്തിൻ്റെ ഏറ്റവും പ്രമാണിയായിട്ടുള്ള കൂട്ടരാണ്, കുത്തകൾക്ക് കക്ഷികളാണ് MSC. ആ MSCയും ചേർന്ന് ഇപ്പോൾ പുതിയതായി വിഴിഞ്ഞത്തിൻ്റെ 49% ഷെയർ അദാനിയിൽ നിന്ന് MSCക്ക് കൈമാറാൻ പോകുന്നുവെന്ന് പത്രവാർത്ത. ഇന്ന് കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഗൗരവരൂപത്തിൽ ഉന്നയിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടി ആ കാര്യത്തിൽ വന്നതും നമ്മൾ കേട്ടു. രണ്ടും കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ പ്രശ്നങ്ങളിൽ ഇനിയും നമുക്ക് ദൂരീകരിക്കപ്പെടേണ്ടതായിട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുകയാണ്. അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളിൽ അടിസ്ഥാനമുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ തൃപ്തികരമായ ഒരു മറുപടിയല്ല നിയമസഭയിൽ വന്നത് എന്ന് നമ്മളെല്ലാം കേൾക്കാനിടവന്നു. ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കരാറിൻ്റെ 5.3 ക്ലോസ്. 5.3 ക്ലോസിൽ പറയുന്നത് ഈ തുറമുഖത്തിൻ്റെ ഓഹരി വെളിയിലുള്ള ഏതെങ്കിലും പൊതുമേഖലയ്ക്കോ സ്വകാര്യ മേഖലയ്ക്കോ മറ്റാർക്കെങ്കിലും നിക്ഷേപത്തിനോ ഓഹരിയോ കൈമാറണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്നാണ് ആ ക്ലോസിൽ കൃത്യമായി വ്യവസ്ഥ ചെയ്യുന്നത്. ആ വ്യവസ്ഥ ഇങ്ങനെ ഇരിക്കെ ഇപ്പോൾ 49% ഓഹരികൾ MSC വാങ്ങുന്നു എന്ന വാർത്ത പത്രങ്ങളിൽ എങ്ങനെ വന്നു? സർക്കാർ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? മാത്രമല്ല, മറുപടിക്കകത്ത് അതുകൊണ്ട് നഷ്ടമൊന്നും വരാനില്ലെന്ന് പറയുമ്പോൾ കണക്കുകൾ കൂട്ടാതെയും യഥാർത്ഥത്തിൽ പരിശോധിക്കുക എങ്ങനെയാണ് നഷ്ടം വരില്ല എന്ന് പറയുന്നത്. ഏറ്റവും പ്രാധാന്യത്തോടു കൂടി 3 കാര്യങ്ങൾ അതിനകത്ത് കാണണ്ടേ. ഒന്ന്, നാഷണൽ സെക്യൂരിറ്റി അതിപ്രധാനമല്ലേ? പഹൽഗാം പോലുള്ള സംഭവങ്ങൾ രാജ്യത്തിന് ഉണ്ടായിക്കൂടെ? അതിനവസരമുണ്ടാക്കാവോ ഇത്തരം കുത്തകവൽക്കരണത്തിലൂടെ? 2, പ്രാദേശിക തൊഴിൽ സുരക്ഷ ഉറപ്പാക്കേണ്ടതല്ലേ ഈ രംഗത്ത്? കൃത്യമായി ആ കാര്യത്തെ സംബന്ധിച്ചോളം വ്യക്തത വേണ്ടേ? 3, നമുക്ക് വരുന്ന ധനനഷ്ടം. അതോടൊപ്പം തന്നെ മറ്റ് കപ്പൽ കമ്പനികളൊന്നും ഇങ്ങോട്ട് വരാൻ, ഒരു മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ തീരത്തേക്ക് വരാതിരിക്കാൻ ഇടവരുന്നതോടെയല്ലേ ഈ കുത്തകവൽക്കരണം? ഇങ്ങനെയുള്ള ഗൗരവമേറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് സംബന്ധിച്ച് പഠനം നടത്താതെയും അത് സംബന്ധിച്ച് പരിശോധിക്കാതെയും ഇത്തരം ഒരു കാര്യത്തിലേക്ക് ഗവൺമെൻറ് കടന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ എങ്ങനെ നഷ്ടം വരില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി നമുക്ക് മനസ്സിലാകാതെ വരുന്നു. അപ്പോൾ പരിശോധിച്ച് കാര്യങ്ങളിലേക്ക് നീങ്ങി ഒരു നാടകം കളിക്കലല്ലേ? ജനങ്ങളെ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ വിഡ്ഢികളാക്കുന്ന രൂപത്തിലേക്കല്ലേ അതിൻ്റെ മറുപടി വന്നിട്ടുള്ളത്? ഇവിടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ തന്നെ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ സ്പെഷ്യൽ പ്ലെയിൻ ചാർട്ട് ചെയ്ത് മംഗലാപുരത്ത് പോയി അദാനിയുടെ പ്രതിനിധിയും അതുപോലെ NDAയുടെ പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവം ഇതൊക്കെയായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ദുരൂഹതകളേറെയാണ്. കാലം കൂട്ടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടന്നിരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മർമ്മപ്രധാനമായൊരു മേഖലയിൽ ഇത്തരം ഒരു വലിയ രൂപത്തിലുള്ള പ്രോജക്റ്റ്, ലോകം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റായി നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറി. അതുകൊണ്ടാണ് ഇത്രയേറെ ഷിപ്പുകൾ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ വന്നു പോകാൻ, ഇത്രയേറെ ബിസിനസ് നടക്കാൻ ഇടവന്ന സാഹചര്യം നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ചോളം
വലിയ രൂപത്തിൽ വിദേശ കുത്തകൾ ഈ തുറമുഖത്തിന് മേലെ ഒരു വേതാള കഴുകനെ പോലെ വട്ടമിട്ട് മറക്കുകയാണ്. എങ്ങനെ ഇതിൻ്റെ ഓഹരികൾ വാങ്ങിക്കൂട്ടാം, ഇതെങ്ങനെ സ്വായത്തമാക്കാം, അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ കൺസെഷനുമായിട്ടുള്ള കരാറിൽ മറ്റൊരു ക്ലോസ് ഉണ്ടെന്ന് അവർ വേണമെങ്കിൽ വാദിക്കാം. അദാനിക്ക് വേണ്ടി വാദിക്കാവുന്നത് കൺസെഷൻ കരാർ അനുസരിച്ച് ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അവർക്ക് 26% അതിൽ താഴെയോ ഓഹരികൾ വിൽക്കാനുള്ള അവകാശമുണ്ട് എന്ന വാദം ഉയർത്തിയാൽ പോലും അത് വിൽക്കണമെങ്കിൽ മുൻകൂട്ടി സംസ്ഥാന ഗവൺമെൻറ് അനുമതി വാങ്ങണമെന്ന ക്ലോസിനെ അവർക്ക് എങ്ങനെ മറികടക്കാൻ കഴിഞ്ഞു? അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പിന്നിൽ ഒരു അന്തർനാടകം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കാലേകൂട്ടിയുള്ള ചില ചർച്ചകളും നീക്കങ്ങളും നടന്നിട്ടുണ്ട്. അല്ലാതെ മീഡിയകളെല്ലാം വെറുതെ എഴുതിയതാണോ? ഇത് മീഡിയയിൽ വന്നത് ഞങ്ങളാരും കൊടുത്തതല്ലല്ലോ. നിങ്ങളുടെ എല്ലാ മീഡിയകളും നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തു 49% ഇത് MSC വാങ്ങിക്കൂട്ടാൻ പോകുന്നു, അല്ലെ കൂട്ടുന്നു. ഇത്തരം രൂപത്തിലേക്ക് വന്നതിൻ്റെ വാർത്തകൾ എല്ലാവരും വായിച്ചു. അപ്പോൾ ഗവൺമെൻറ് അറിഞ്ഞേയില്ല എന്ന രൂപത്തിലേക്കുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ വാദം നിരർത്ഥകമാണ്. അതിനോട് ഒരു തരത്തിലും നമുക്ക് മനസ്സിലാവാത്ത ചില വാദങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിച്ചു. ഒരു നഷ്ടവും വരില്ല എന്ന് പറയണമെങ്കിൽ ഇത് സംബന്ധിച്ച് കാലേകൂട്ടി കാര്യങ്ങൾ പരിശോധിച്ചു വന്നില്ലേ? ആ പരിശോധന പൂർത്തിയാകണമെങ്കിൽ ഞാൻ ഈ സൂചിപ്പിച്ച സംസ്ഥാന ഗവൺമെൻറ് അനുമതി മാത്രം മതിയോ? നാഷണൽ സെക്യൂരിറ്റി സംവിധാനത്തിൻ്റെ ഇത് വേണ്ടേ? ദേശീയ സുരക്ഷയുടെ ഏറ്റവും ഗൗരവമേറിയ പ്രശ്നമില്ലേ? പഹൽഗാം പോലുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഒരു തരത്തിലും ഉണ്ടാവാതിരിക്കുന്ന അവസ്ഥയിലേക്കും വരണ്ടേ? അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് സഭയെ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് പോയോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. അല്ലെങ്കിൽ പറഞ്ഞ വിശദീകരണം തൃപ്തികരമല്ല. ഈ വിഷയത്തെ സംബന്ധിച്ചോളം കൺസെഷനുമായി മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള എഗ്രിമെൻ്റ് അനുസരിച്ച് മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ ഇത്തരമുള്ള ഓഹരികളുടെ വിവരമോ പുതിയ നിക്ഷേപമോ അനുവദിക്കാവൂ എന്നുള്ള കാര്യത്തെ മറികടന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അന്തർനാടകങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങേയറ്റം ഈ കാര്യം ഗൗരവത്തോടു കൂടി ഇന്ന് കാണുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ നിയമസഭയിൽ ഉന്നയിച്ച പ്രശ്നങ്ങൾ വസ്തുതാപരമാണെന്ന് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ടതും സർക്കാർ ബോധ്യപ്പെടുത്താൻ ബാധ്യതപ്പെട്ടതുമായ പ്രശ്നങ്ങൾ ഇതിൽ അവശേഷിക്കുന്നു എന്ന കാര്യം ഗൗരവപൂർവ്വം ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു കോൺക്ലേവിൽ തന്നെ MSC ഈ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവർ സന്നദ്ധത അറിയിച്ചിരുന്നു. മാത്രമല്ല അന്ന് ദേശാഭിമാനി വാക്ക് കൊടുത്തിരുന്നത് സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ദീർഘവീക്ഷണത്തിന്റെ വിജയം എന്നുള്ളതാണ്. അപ്പൊ ഈ നിക്ഷേപത്തിന്റെ തെറ്റ് ഉണ്ട് എന്ന് പറയാനാകുമോ? ഇല്ല, നിക്ഷേപം കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം മുൻകൂട്ടി അനുമതി വാങ്ങി ചെയ്യണം. അത് എത്രത്തോളമാണ് കൊടുക്കുന്നത്? 49% കൊടുക്കുമ്പോൾ ഒരു കുത്തക കമ്പനിക്ക് മാത്രമായി ഇത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാവുന്നൊരു കരാറും ആ കോൺക്ലേവിൽ ഉണ്ടായിട്ടില്ല. ആ കോൺക്ലേവിൽ ഞാൻ പങ്കെടുത്തതാണ്. ഞാനാണ് കൺക്ലൂഡിങ് സ്പീച്ച് ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അന്ന് MSCയുടെ ചെയർമാനുമായിട്ട് സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ MSC നമ്മുടെ അടുത്ത് നിലപാടിനൊക്കെ സ്വാഗതം ചെയ്യുകയും അവരിതിന് ഓഹരിക്ക് മുന്നോട്ട് വരാൻ താല്പര്യപ്പെടുന്നു എന്നൊക്കെ പറയുകയൊക്കെ ഉണ്ടായി. പക്ഷേ എത്ര ശതമാനം കൊടുക്കാവുന്ന ഒരു കാര്യവും സംബന്ധിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇത് ഏതെങ്കിലും തരത്തിലുള്ള കുത്തക കമ്പനികൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ മറ്റ് മത്സരാധിഷ്ഠിത രൂപത്തിൽ കൂടുതൽ കാര്യങ്ങൾ വരാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയല്ലേ? അതിന് തന്നെ വരുന്ന കമ്പനിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഗൗരവത്തോടുകൂടി കാണേണ്ട ദേശീയ സുരക്ഷയുടെ പ്രശ്നങ്ങളില്ലേ? ഇങ്ങനെ ഗൗരവമേറിയ എത്രയോ പ്രശ്നങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നു. അതാണ് പ്രധാനം. കമ്പനി കരാറെടുത്തു, അവരുടെ നിക്ഷേപം കരാറ് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല എന്ന് കൃത്യമായി പറഞ്ഞു. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ നമ്മുടെ 5.3 ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ആ 5.3 ക്ലോസിൽ കൃത്യമായി പറയുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ കൈമാറ്റം ചെയ്യലോ അല്ലെങ്കിൽ പുതിയ നിക്ഷേപം സ്വീകരിക്കലോ ഏത് വന്നിരുന്നാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റിട്ടേൺ പെർമിഷൻ വാങ്ങിക്കൊണ്ട് മാത്രമേ ചെയ്യാൻ ഒക്കൂ. അങ്ങനെ ഒരു അനുമതിക്കുള്ള അപേക്ഷയോ അതിൻ്റെ പെർമിഷനോ കൊടുത്തതായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞില്ല. അങ്ങനെ വന്നിട്ടില്ലെന്നാണ് പറയുന്നത്, അറിയുന്നില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ അറിയുന്നില്ലെന്നാണ് പറയുന്നതെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ലേ? ഗവൺമെൻറ് പരാജയമായി മാറുകയല്ലേ? അപ്പോൾ ഇത്തരം ഒരു പ്രശ്നം ഇപ്പോൾ ജോബി സൂചിപ്പിച്ച രൂപത്തിൽ ആ കാര്യങ്ങൾ വന്നിരിക്കുന്നെങ്കിൽ ഗവൺമെൻറ് അറിയാതെ ഇത്രയും കാര്യങ്ങളെല്ലാം നടന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് ഭരണപരാജയമായി മാറിക്കഴിഞ്ഞില്ലേ ആ വിഷയം? ആ രൂപത്തിലേക്ക് ആ വിഷയം മാറണ്ടേ? ഇത് ചെറിയ വിഷയമാണോ? നമ്മുടെ രാജ്യത്തിൻ്റെ ഒന്നും സംസാരിച്ചിരുന്നില്ല. അന്നത്തെ പ്രതിനിധിയിൽ യഥാർത്ഥത്തിൽ അദാനിയുടെ സിഇഒയും അതുപോലെ MSCയുടെ ചെയർമാനുമാണ് ഞങ്ങളുടെ കോൺക്ലേവിൽ പങ്കെടുത്തിരുന്നത്. ആ പങ്കെടുത്തിരുന്ന ഘട്ടത്തിലൊന്നും ഇത് സംബന്ധിച്ച് ഓഹരി എടുക്കുന്നത് സംബന്ധിച്ചോ കൈമാറ്റം സംബന്ധിച്ചോ ഒരു ചർച്ചയും ഉണ്ടായില്ല. അതേസമയത്ത് അവരാകെ MSCയുടെ ചെയർമാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ ഇത് വളരെ അഭിനന്ദനാർഹമായ ഒരു പ്രോജക്റ്റായി മാറിയിരിക്കുന്നു, MSC ഇതിനെ പൊതുവിൽ സ്വാഗതം ചെയ്യുന്നു, അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്തു എന്നുള്ളതല്ലേ. ഭാവിയിൽ ഇത് വലിയ രൂപത്തിൽ വികസനത്തിലേക്ക് എത്തിച്ചേരുന്ന അഭിപ്രായം രേഖപ്പെടുത്തി.
പിന്നെ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സംബന്ധിച്ച വിഷയങ്ങൾ വന്നപ്പോൾ അതിന് റിപ്ലൈ തൊഴിൽ മന്ത്രിയോട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഈ കാര്യത്തിൽ എല്ലാ സുരക്ഷിതത്വമായി മുന്നോട്ട് പോകുന്നുള്ള കാര്യം പറഞ്ഞതല്ലാതെ അവരെത്ര ഷെയർ എടുക്കുന്നോ വരുമെന്നോ ഓഹരി എടുക്കുന്നോ ഒരു കാര്യമൊന്നും സംസാരിച്ചിരുന്നില്ല. സർക്കാർ തന്നെ അതില്ലാതെ വന്നു എന്ന് നിയമസഭയിൽ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പരാജയം ഇവിടെ സംഭവിച്ചു എന്നല്ലേ. എന്നിട്ടിപ്പോൾ ഇത് മുഴുവൻ വാർത്ത വന്നു. വാർത്ത നിങ്ങൾ ഉണ്ടാക്കിയതാണോ? ഈ പത്രവാർത്ത നിങ്ങളാരും തന്നെ ഉണ്ടാക്കിയതല്ലല്ലോ. എവിടുന്നെങ്കിലും ഇതിൻ്റെ സൂചനകൾ വന്നിട്ടില്ലേ നിങ്ങൾ അതിൻ്റെ വാർത്ത തേടിപ്പിടിച്ചായിരുന്നാലും കൊടുക്കുന്നത്. അപ്പോൾ ഇത് മാധ്യമങ്ങളാണ് കുഴപ്പക്കാരെന്ന് വരുന്നത് ഒത്തിരിക്കല്ലല്ലോ ഇത് പറയുന്നത്. ഇത് യാഥാർത്ഥ്യമല്ലേ? അതുപോലെ തന്നെ എംബസി ഒരുപാട് പ്രൊമോട്ട് ചെയ്താണ് അവരുടെ പ്രധാനപ്പെട്ട കപ്പലൊക്കെയാണ് വന്നത്. ഇത് ഇങ്ങനെ പോകും, കരാർ കൊടുക്കുമ്പോൾ അത് വലിയ കുറ്റവൽക്കരണമാകും എന്ന് തന്നെ. അതെ, വലിയ 49% കൊടുക്കുകയാണ് ഇപ്പൊ എടുത്തെന്ന് പറഞ്ഞു. ഇനി ബാക്കി കൊടുക്കുമെന്നാലും കണ്ടു. ഇവർക്കുള്ളതിലെ ബാക്കി കൊടുത്തിട്ട് ഒരു ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അതിൽ രണ്ടാമത്തെ ക്ലോസിൽ കൃത്യമായി പറയുന്നത് 26% അതിൽ താഴെയോ നിങ്ങൾക്ക് കൊടുക്കേണ്ട സമയം വന്നാൽ പോലും ഗവൺമെന്റിന്റെ പെർമിഷൻ വാങ്ങി ദേശീയ സുരക്ഷ ഉറപ്പാക്കി, പ്രാദേശിക തൊഴിൽ സുരക്ഷ ഉറപ്പാക്കി, ഇതെല്ലാം ചെയ്ത് വേണം ചെയ്യാൻ. അതെല്ലാം ഈ ക്ലോസിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യമൊന്നും നടന്നിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് വി സതീശൻ ഒരു യോഗമൊക്കെ ചേർന്ന് പ്രത്യേക വിമാനത്തിൽ അദാനി പ്രതിനിധികളൊക്കെ ആയിട്ട് ചർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഇതും കൂടെ കൂട്ടിച്ചേർക്കണം ഈ തെരഞ്ഞെടുപ്പിൽ. അല്ല, ഞാനിപ്പോ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ ഒക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം അദാനിയുടെ പ്രതിനിധി ഒരു സ്പെഷ്യൽ പ്ലെയിൻ ചാർട്ട് ചെയ്ത്, ആരാണ് ഈ സ്പെഷ്യൽ പ്ലെയിൻ ചാർട്ട് ചെയ്തത്? എന്തായിരുന്നു എൻ്റെ അടിയന്തര പ്രാധാന്യം? മംഗലാപുരം വരെ പോകാൻ പ്രതിപക്ഷ നേതാവിൻ്റെ കാറോ അല്ലെങ്കിൽ തീവണ്ടി മാർഗമോ ഒക്കെ കിട്ടും. പക്ഷേ ഒരു സ്പെഷ്യൽ പ്ലെയിൻ ചാർട്ട് ചെയ്ത് കൃത്യമായി പോയി 2 പേരെ കാണുകയും അവരുമായി ചേർന്നുള്ള പടവും നമ്മൾ കണ്ടു. അവരെ സ്വീകരിക്കുന്നവരൊക്കെ കണ്ടു. പത്രക്കാർ നിരവധി പ്രാവശ്യം തിരുവനന്തപുരത്ത് വെച്ചോ അല്ലാത്ത സ്ഥലത്ത് ചോദിച്ചല്ലോ എന്തായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം. ഇന്ന് വരെ അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ആ യാത്രയും ഇപ്പോഴത്തെ സംഭവങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതിലെല്ലാം ദുരൂഹത നിലനിൽക്കുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെല്ലാം തെറ്റു പറയാനും. അതുകൊണ്ട് കൃത്യമായി ഇത് വേറെ ആർക്കും കൊടുക്കാതെ അദ്ദേഹം തന്നെ ഏറ്റെടുത്തല്ലോ. മുമ്പ് ഈ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ഈ തുറമുഖ വകുപ്പ് ഏറ്റെടുത്തില്ലല്ലോ. കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും അവസാനം കൈകാര്യം ചെയ്തിരുന്നത്. എന്തോ നേരത്തെ തന്നെ സംശയം ഉന്നയിച്ചിരുന്നു. ചോദിച്ചിട്ട് ഇതുവരെ മറുപടി പറഞ്ഞില്ല. മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു, LDF ചോദിച്ചു, നിയമസഭയിൽ ചർച്ച വന്നു. നിങ്ങൾ പത്രക്കാരാണ് ആദ്യം വിഷയം ചോദിച്ചത്. തിരുവനന്തപുരത്തെ എല്ലാ മാധ്യമ പ്രവർത്തകരും ചോദിച്ചപ്പോൾ അദ്ദേഹം ഇന്ന് ഒഴിഞ്ഞു മാറുകയല്ലേ, വേറെ കാര്യം പറയാൻ ഇല്ലേ? നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചിട്ട് ഞങ്ങളോട് പറയേണ്ട, മാധ്യമ പ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ആ മറുപടി ഉണ്ടായില്ലല്ലോ. അദാനി ഗ്രൂപ്പിന്റെ വിശദീകരണം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: സർക്കാർ അനുമതിയോട് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഈ വിദേശ നിക്ഷേപത്തിന്റെ കാര്യം സർക്കാർ അനുമതി ഒരാഴ്ചക്കുള്ളിൽ തന്നെ സർക്കാരിനോട് അനുമതി തേടുമെന്നുള്ളതാണ്. ആദ്യം ഇതിന്റെ അനുമതി തേടുന്നത് സെബിയോടാണ്. അപ്പൊ അവിടെ നിന്നും അപ്രൂവൽ കിട്ടിയതിനു ശേഷമേ സർക്കാരിനോട് അനുമതി തേടുമെന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇല്ല, നമ്മുടെ ക്ലോസ് നമ്മൾ സംസ്ഥാന ഗവൺമെന്റും അദാനിയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആദ്യം ഉണ്ടാക്കിയ എഗ്രിമെന്റ് നമ്മൾ പിന്നെ കൺസ്ട്രക്ഷനുമായി സംസാരിച്ച് ഭേദഗതി വരുത്തിയതാണ്. 2045 തീർക്കും എന്നുള്ളത് മാറ്റി 2028 തീർക്കും എന്നുള്ള രൂപത്തിലേക്ക് വന്നത്. 2, 3, 4 ഘട്ടം 2028 തീർക്കുമ്പോൾ നമുക്ക് 17 വർഷത്തെ ലാഭം കിട്ടുകയും റിട്ടേൺ നമുക്ക് നേരത്തെ ഉണ്ടാവുകയും ചെയ്യുന്നതെല്ലാം നമ്മൾ വിളിച്ചുകൊണ്ട് ഉണ്ടാക്കിയ കരാറാണ്. പക്ഷേ ഇങ്ങനെയുള്ള കരാർ ഉണ്ടാക്കുമ്പോൾ ഈ ക്ലോസിലൊന്നും ഒരു മാറ്റം വരുത്തിയില്ല. 5.3 ക്ലോസിൽ കൃത്യമായി സംസ്ഥാന ഗവൺമെന്റ് മുൻകൂട്ടിയുള്ള അനുമതിയോടുകൂടി മാത്രമേ ഇത് സംബന്ധിച്ച ഓഹരികളുടെ കൈമാറ്റമായിരുന്നാലും വിദേശ നിക്ഷേപമായിരുന്നാലും വരികയുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം അതല്ലാതെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നാഷണൽ സെക്യൂരിറ്റി പ്രശ്നമില്ലേ, ആ വിഷയവും അതീവ ഗൗരവമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പകൽക്ക് ഇല്ല, ഈ വിഷയം ഇപ്പൊ പത്രങ്ങളിലെല്ലാം വന്നല്ലോ. ഗവൺമെന്റ് അറിഞ്ഞില്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരുന്നത് ശരിയാണോ? ഗവൺമെന്റിന് മുന്നിൽ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. അല്ല, മുഖ്യമന്ത്രി അറിയാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് അവർ കൊടുക്കാൻ പോവുമോ? പ്രാദേശിക ആദ്യമായിട്ടൊരു ചർച്ച നടത്താതെ ഇത്തരം വലിയൊരു നിക്ഷേപത്തിലേക്ക് വരുമ്പോൾ കൃത്യമായി ഈ കാര്യത്തെ സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയിട്ടല്ലേ പോവോ? ഇല്ലെങ്കിൽ ഇവിടെ വന്ന് തടസ്സമാണെങ്കിലോ അങ്ങനെ നടക്കുമോ? ഗവൺമെന്റ് കൊടുക്കുന്നില്ലെങ്കിൽ ഈ പ്രശ്നമുള്ളത് കൊണ്ട് എന്തായിരുന്നാലും സാമാന്യ ബുദ്ധിയുള്ളവർക്ക്, അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം ആലോചിക്കാവുന്നേ. ഇങ്ങനൊരു കാര്യത്തെ സംബന്ധിച്ചോട് ആലോചിക്കുമ്പോൾ ആദ്യം ഇതിന് അനുമതി തരേണ്ട മുഖ്യമന്ത്രിയോട് ആലോചിക്കാതെ പോയി മറ്റേ അപേക്ഷ കൊടുക്കുമോ? ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. അതുകൊണ്ട് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇതിനൊരു പിന്നിലൊരു അന്തർനാടകം നടക്കുന്നു.
ഈ വിഷയത്തെ സംബന്ധിച്ചോളം പരിശോധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അതീവ ഗൗരവമായി ഈ വിഷയങ്ങൾ കാണണം എന്നതാണ് നമ്മൾ ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ടതും ഗവൺമെന്റ് ബോധ്യപ്പെടുത്താൻ ബാധ്യതപ്പെട്ടതുമായ ഈ വിഷയത്തിന്റെ ഉള്ളുകളിൽ ബോധ്യപ്പെടുത്തണം. ആ ചോദ്യം കൂടി ആവർത്തിക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്ത് എവിടെയും MSc ONEയുടെ കാര്യത്തിൽ സമീപിക്കുകയോ താല്പര്യപ്പെടുകയോ ചെയ്തിട്ടില്ല? ഇല്ല, MSc ഞങ്ങൾ തിരുവനന്തപുരത്ത് നമ്മുടെ വിഴിഞ്ഞത്തല്ല, നമ്മുടെ യൂസഫലിയുടെ ഹോട്ടലുണ്ടല്ലോ, അവിടെ നടത്തിയിട്ടുള്ള ഒരു കോൺക്ലേവിൽ MScയുടെ ചെയർമാൻ വന്നിരുന്നു. വ്യവസായ വകുപ്പും തുറ വകുപ്പും ചേർന്നാണ് അത് സംഘടിപ്പിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും അതുപോലെ തന്നെ ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ അതിൽ പങ്കെടുത്തിരുന്നു. തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അതിനകത്ത് പങ്കെടുത്തിരുന്നു. ഞങ്ങളെല്ലാം പങ്കെടുത്ത ഒരു കോൺക്ലേവാണ് അവിടെ നടന്നത്. അതിൻ്റെ കൺക്ലൂഡിങ് സ്പീച്ചിൽ ഞാനായിരുന്നു സംസാരിച്ചിരുന്നത്. ആ സംസാരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അവിടെ ഏതെങ്കിലും കാര്യം അതിന് മുമ്പ് ഈ MScയുടെ ചെയർമാനുമായിട്ട് സൗഹൃദ സംഭാഷണം നടത്തിയുള്ളതെന്ന് വെച്ചാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യത്തെക്കുറിച്ച്, ഓഹരി മാറ്റത്തെക്കുറിച്ച് ഒന്നും സംസാരിച്ചിരുന്നില്ല. യെസ്, ഇത് അതീവ ഗൗരവമുള്ള പ്രശ്നമാണ്. സാധാരണ ഒരു വിഷയമല്ല ഇത്. തന്നെ വിൽക്കുന്ന കേട്ടാണോ? അല്ല പറഞ്ഞത്, നമുക്ക് എത്രയോ കോടാനുകോടി രൂപ നാളെ കേരളത്തിൻ്റെ സമ്പൽ വ്യവസ്ഥ, അതുപോലെ തന്നെ കാർഷിക മേഖല, തൊഴിൽ മേഖല, വ്യവസായ മേഖല എല്ലാം ഉന്നതിയിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മുടെ ഈ വിഴിഞ്ഞം. ലോകം ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് വന്ന സംഭവം. പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടന ചടങ്ങിൽ ചൂണ്ടിക്കാണിച്ചത് കേരളം ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കാൻ സഹായിച്ചു എന്ന രൂപത്തിലാണ് അദ്ദേഹം തന്നെ സംസാരിച്ചത്. ഇല്ല, അതായത് പറഞ്ഞല്ലോ, ആ ക്ലോസിനകത്ത് പറയുന്നത് ഒന്നാമത്തെ ഘട്ടം കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ 26% അതിൽ താഴെയോ ഉള്ള ഓഹരികൾ കൈമാറ്റം ചെയ്യുന്ന ഘട്ടം വന്നാൽ പോലും മുൻകൂട്ടി ഗവൺമെന്റ് അനുമതി വാങ്ങിയിട്ട് മാത്രമേ കൊടുക്കാവൂ എന്നുള്ള ക്ലോസ് അതിൽ ചേർത്തിട്ടുണ്ട്. ആ ക്ലോസ് അതെ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കരാറിന് പുറമെ നമ്മൾ പൊളിച്ചെഴുതിയ കരാറാണ് നേരത്തെ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞ 17 വർഷം ലാഭിച്ചുകൊണ്ട് 2045 പറഞ്ഞിരുന്നത് 2028 2, 3, 4 ഘട്ടം പൂർത്തീകരിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ റിട്ടേണും നമ്മൾ നേരത്തെ ആക്കി കിട്ടിയത് രണ്ടാമത് നമ്മൾ പൊളിച്ചെഴുതിയ കരാറാണ്. ദേശാഭിമാനി എഴുതിയിരിക്കുന്നത് LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് ഈ വിദേശ നിക്ഷേപം എന്നുള്ളതാണ്. ശരിയാണ്? ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്നത് LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് ഈ വിദേശ നിക്ഷേപം എന്നുള്ളതാണ്. അല്ല, വിദേശ നിക്ഷേപങ്ങൾ വരുന്നതിനെ നമ്മൾ നിരാകരിക്കലല്ല. അതിന്റെ പിന്നിലെ കരാറുകളും മറ്റ് കച്ചവട താല്പര്യങ്ങളും കുത്തകവൽക്കരണത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഒരു നിക്ഷേപം വരുന്നതിനല്ല നമ്മൾ തീർത്തിട്ടുള്ളത്. നിക്ഷേപം വരുമ്പോൾ ആ നിക്ഷേപകന്റെ പശ്ചാത്തലം 1, 2 ദേശീയ സുരക്ഷിതത്വം, 3 പ്രാദേശിക തൊഴിൽ സുരക്ഷത, 4 മത്സരാധിഷ്ഠിത കമ്പോളം വരുന്നതിന് തടസ്സമാണോ ഇത്? ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമായിരിക്കണം ഒരു പുതിയ വിദേശ നിക്ഷേപത്തെ സംബന്ധിച്ചുള്ള അനുമതി കൊടുക്കേണ്ടത്. അങ്ങനെ ഏതെങ്കിലും ഒരു പരിശോധന ഇവിടെ നടന്നോ? ഇല്ല. ഈ കുത്തവൽക്കരണം വന്നു കഴിയുമ്പോൾ മറ്റ് കോമ്പറ്റീഷൻ പോകില്ലേ, ഹെൽത്തി കോമ്പറ്റീഷൻ പോകില്ലേ, മറ്റ് കമ്പനികൾ വരാതാവില്ലേ? അപ്പോൾ ഭാവിയിൽ സംഭവിക്കാവുന്ന എന്താ? അത്തരം പ്രശ്നങ്ങളെല്ലാം ഇല്ലേ? അല്ലാതെ വിദേശ നിക്ഷേപത്തെ പാടെ നിരാകരിക്കുകയല്ല. ഇതേ പോയിന്റുകൾ തന്നെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. പക്കമിട്ട് പറഞ്ഞത് ഈ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ സർക്കാരിനെ ഇതുവരെ അറിയിച്ചിട്ട് സർക്കാരിന് മുന്നിൽ ആപ്ലിക്കേഷൻ വന്നിട്ടില്ലെന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇല്ല, ഞാനത് സൂചിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം അതിനിടയ്ക്ക് ഒരു വാചകം പറഞ്ഞു. സർക്കാരിന് ഒരു നഷ്ടവും സംഭവിക്കില്ലെന്ന് പറഞ്ഞു. ആ സംഭവിക്കില്ലെന്ന് പറയുന്നത് എവിടുന്ന? സംഭവിക്കില്ലെന്ന് പറയുന്ന അപ്പോൾ നേരത്തെ ഒരു ആശുപത്രിയും നടത്തി ഒരു പരിശോധന മനസ്സിലെങ്കിലും കണ്ടു എന്നുള്ളതല്ലേ? അപ്പം അത് ക്ലിയർ അല്ലേ കാര്യങ്ങൾ? അതുകൊണ്ട് കൃത്യമായിട്ട് വരട്ടെ, ആളുകൾ വരുമല്ലോ ബാക്കി ദിവസം. ഓക്കെ, താങ്ക് യു.